സ്റ്റീവ് ജോബ്സ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് ഈസ് നോട്ട് സേയിങ് യെസ് ടു ദ ഓൾ ബെസ്റ്റ് ഐഡിയാസ്, ബട്ട് ഫോക്കസ് ഈസ് സേയിങ് നോ ടു ദ അതർ ബെസ്റ്റ് ഐഡിയാസ് എന്നുള്ളതാണ്, അതർ 100 ബെസ്റ്റ് ഐഡിയാസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിനപ്പുറത്തോട്ട് ഒന്നിൽ ഫോക്കസ്ഡ് ആയിട്ട് മാസ്റ്റർ ചെയ്ത് എക്സൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫോക്കസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് പല ഫൗണ്ടർമാർക്കും ഈ ഒരു ഫോക്കസിന്റെ കേസിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഇവരുടെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ ഇവർക്ക് സെയിൽസ് കൂടും എന്നൊരു പെർസ്പെക്റ്റീവൊക്കെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓൺടർപ്രണറോ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വേർട്ടിക്കൽ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഓവർ എക്സ്പാൻഷൻസ്, ഓവർ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഇതിൽ വരുമ്പോൾ ഇവർക്ക് കൃത്യമായി ഫോക്കസ് കിട്ടാതെ വരികയും ഇവരുടെ പ്രോസസ്സ് ഇവഞ്ച്വലി ഒരു സൈലൻറ്റ് പോയിസൺ ആയിട്ട് ഇത് എഫക്റ്റ് ചെയ്യുകയും ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നതും നമ്മൾ പലപ്പോഴായിട്ടും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൈം ഏരിയയിൽ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അണ്ടറിൽ നിങ്ങൾ മൾട്ടി ടാസ്കുകൾ ചെയ്തോളൂ, പക്ഷേ എപ്പോഴും പ്രൈം ഫോക്കസ് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ സെക്കൻഡറി അലൈൻഡ് ആയിട്ടായിരിക്കണം 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രൈമറി ഫോക്കസിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് എക്സൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ബാക്കി കാര്യങ്ങൾ പോകേണ്ടത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരേ പ്രയോറിറ്റിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇതിനെന്തെങ്കിലും കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഈ ഫോക്കസിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസ് ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചും ഈ ഫോക്കസ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം. നമ്മളെ ഫൗണ്ടർമാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഷൈനി ഒബ്ജക്ട് സിൻഡ്രം. ഇതാണ് ഇതിനെ പറയുന്ന പേര്. അതായത് ഓരോ പുതിയ ട്രെൻഡുകൾ വരുന്ന സമയത്തും ആ ട്രെൻഡിനെ ഫോളോ ചെയ്ത് അങ്ങ് പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI വന്നപ്പോൾ AI ആയി എല്ലാവർക്കും, ഇപ്പം ഇന്ന് വേറൊരു കാര്യം വരുമ്പോൾ അതായി മറ്റെല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രെൻഡിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാർക്ക് അവർക്കിതായ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലോ ഒരു ക്ലാസിക് സാധനം എന്തെയില്ല അവർക്ക് ഉണ്ടാവില്ല. അവർ മറ്റാരൊക്കെയോ ക്രിയേറ്റ് ചെയ്യുന്ന ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്ന ഒരു ബ്രാൻഡ്, ഒരു കമ്പനി എന്ന രീതിയിലോട്ട് അവർ മാറും. അവർക്കൊരു പ്രോപ്പർ ഐഡൻറ്റിറ്റി അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതേ സംഭവം നിങ്ങളൊരു സർവീസ് ബിസിനസ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, നിങ്ങൾ സർവീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ക്ലയൻസിനെയും അങ്ങ് എടുക്കും. ഇതിൽ റവന്യൂ കാര്യങ്ങളോ അതിൻ്റെ ടിക്കറ്റ് സൈസോ അതിൻ്റെ ഓപ്പറേഷൻസോ ഇതൊന്നും ചിന്തിക്കാതെ എല്ലാ ക്ലയൻസിനെയും അങ്ങ് ഓൺബോർഡ് ചെയ്യും. അപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾ 80% നിങ്ങളെ ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഈ പറയുന്ന പല ക്ലയൻസുകളായിരിക്കും നിങ്ങളുടെ മെയിൻ ഓപ്പറേഷൻസിൻ്റെ ഏറ്റവും വലിയ ഭാഗം എടുക്കുന്നത് അവരായിരിക്കും. പക്ഷേ അവരുടെ അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല. പ്രോഫിറ്റുള്ള ക്ലയൻസിനിട്ട് നിങ്ങൾക്ക് മര്യാദക്ക് സെർവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നിങ്ങൾ കസ്റ്റമറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് കറക്റ്റ് അലൈൻഡ് ആയിട്ട് പോകാൻ പറ്റുന്ന കസ്റ്റമറിനെ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് കാരണം നിങ്ങളുടെ ബിസിനസ് ഫെയിലർ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, എന്നാൽ നിങ്ങൾക്ക് ഒരു ലാഭവും ഉണ്ടാവില്ല എന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയും കസ്റ്റമേഴ്സ് നെഗറ്റീവ് ആവുകയും അവർക്ക് ബാഡ് ഇംപ്രഷൻസ് ഉണ്ടാവുകയും അത് നിങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു ഫോക്കസ്ഡ് അല്ലാതെ നിങ്ങളുടെ ക്ലയൻറ്റ് അക്വിസിഷൻ, കസ്റ്റമർ അക്വിസിഷൻ ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഫോക്കസ് ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിൽ പറ്റുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. എക്സ്പീരിയൻസ്ഡ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാത്തിനോടും യെസ് പറയുകയല്ല, നിങ്ങൾ കൃത്യമായി നോ പറയാൻ അറിയുന്ന ഒരാളാണ് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഫൗണ്ടർ എന്ന് പറയുന്നത്. എല്ലാ പ്രൊജക്റ്റുകളും നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് എല്ലാത്തിനും യെസ് പറയുന്ന ഒരാളല്ല ഒരിക്കലും നിങ്ങളൊരു ഡിസിഷൻ മേക്കറാണ്. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫിൽട്ടർ ചെയ്ത് അതിന് മാത്രം യെസ് പറയുകയും ബാക്കിയുള്ള ഒരു 100,000 പ്രൊജക്റ്റുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ വേണ്ടാന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം, ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കറേജ്നെസ് അതുള്ള ആൾക്കാരാണ് ട്രൂ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് ആസ് എ ഫൗണ്ടർ നമ്മുടെ ബിസിനസ്സിൻ്റെ കറൻസിയാണ്. ഇത് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത്, പാഴാക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം. പലരും ബിസിനസ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെനു അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. മെനു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താ എന്നാലോചിച്ച് നോക്കിയേ. അവിടെ എക്സ്പാൻഷനിൽ ഒരേ പ്രൊഡക്റ്റുകൾ കുറേ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഓപ്പറേഷൻസും ഒക്കെ നിങ്ങൾ സ്കെയിൽ ചെയ്യേണ്ടി വരും. പക്ഷേ അതേസമയം ഇതിലെല്ലാ മെനുവിലുള്ള സംഗതികളും ആർക്കും ആവശ്യം ഉണ്ടാവില്ല, കസ്റ്റമറിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഓവർ എക്സ്പാൻഷൻ കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രശ്നം വരും. അതേപോലെ തന്നെ ഇപ്പോൾ IT ഫേമാണ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഏരിയാസിലും സർവീസ് കൊടുക്കുന്നു, പുതിയ സർവീസുകൾ ആഡ് ചെയ്യുന്നു, പുതിയ പ്രൊഡക്റ്റ് ലൈനുകൾ ആഡ് ചെയ്യുന്നു, എല്ലാ ലാംഗ്വേജിലും നിങ്ങൾ IT സപ്പോർട്ടുകൾ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന ഒരു IT വെഞ്ചറും, എന്നാൽ ഇതേ സംഗതി നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിഷ് ഡൗൺ ചെയ്തിട്ട് അവിടെ എക്സൽ ചെയ്ത് കൊടുക്കുന്ന തമ്മിലുള്ള ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് നമ്മൾ പറയാം. എന്നാൽ ഡെപ്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെപ്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സ്കെയിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാർ. അവരിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ എക്സ്പെർട്ട് നീഷ് ഏതാണ്, ആ എക്സ്പെർട്ട് നീഷിൽ പൊസിഷൻ ചെയ്തുകൊണ്ട് അതിൽ കൂടുതൽ ഡെപ്തിലോട്ട് പോകുന്ന, അതിൽ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അവിടുത്തെ മാസ്റ്റേഴ്സ്, എക്സൽ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവരാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവരിലോട്ട് എത്തുന്നത്. സോ അത്തരത്തിലുള്ളൊരു ബ്രാൻഡ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സർവീസ് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഒരു കോർപ്പറേറ്റ് ഇവൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കല്യാണങ്ങളും ഉത്സവങ്ങളും അതുപോലെ തന്നെ എല്ലാ പരിപാടികളും, ബർത്ത്ഡേ ഫംഗ്ഷനുകളും, എല്ലാ പരിപാടികളും ചെയ്യുന്ന ഒരു 360 അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫുൾ സ്വിങ്ങിൽ ചെയ്യുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്. അതേസമയം കോർപ്പറേറ്റ് ഇവൻറ്റുകൾ മാത്രം സെലക്റ്റീവായി കോർപ്പറേറ്റ് ഇവൻറ്റുകൾ വളരെയധികം അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റ് ടീമുണ്ട്. ഞാൻ എന്തായിരിക്കും ചൂസ് ചെയ്യുക? ഞാൻ ഓഫ് കോഴ്സ് കോർപ്പറേറ്റ് ഇവൻറ്റ് നീഷ് ഡൗൺ ചെയ്ത് അതിൽ എക്സൽ ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും ചൂസ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഒരുപാട് ഫോക്കസ് ഉണ്ട്, പക്ഷേ ഇവർക്ക് കറക്റ്റ് ഫോക്കസ് ഇതിലുണ്ടാവും, ഇവർക്ക് ഇതിൽ കറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ചൂസ് ചെയ്യുക ആരെയായിരിക്കും? ഇവരെയായിരിക്കും. ഇതാണ് സത്യം പറഞ്ഞാൽ അവിടെ സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ മെനു കാർഡിൽ കുറേ വിഭവങ്ങൾ വിളവുന്നതല്ല, ഇതിൽ ബെസ്റ്റ് വിഭവങ്ങൾ മുന്നോട്ട് വെച്ച് കൊടുക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും കുറച്ച് അറിയാം. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നീഷിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളിലോട്ട് ആളുകൾ തേടിയെത്തുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കുറേ കാര്യങ്ങളുണ്ട്, ഇത് ആവശ്യമുള്ളൊരിടത്തേക്ക് നിങ്ങൾ ചോദിച്ചു പോകേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു കാര്യം മാത്രം അടിപൊളിയായിട്ട് ബെറ്ററായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവർ നിങ്ങളെടുത്ത് തേടി വരും, അല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ആളുകൾക്ക് ആവശ്യം സ്പെഷ്യലിസ്റ്റുകളെയാണ്, ജനറലിസ്റ്റുകളെ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരേ സമയത്ത് 10 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കോൺടാക്ട് സ്വിച്ചിങ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. നമ്മൾ ഓരോ ഫോക്കസ് ഇങ്ങനെ മാറിക്കൊണ്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജിയുടെ 20% എന്തുകൊണ്ടിരിക്കും? ഡ്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഫൗണ്ടേഴ്സിൻ്റെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കാനുള്ള ആൾക്കാരാണ്. നമ്മളെന്താണ്? ഡിസിഷൻ എടുക്കാനുള്ള ആൾക്കാരാണ്. നമ്മൾ എല്ലാത്തിലും പോയിട്ട് ഇടപെടാൻ, എല്ലാത്തിലും ഇങ്ങനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോക്കസും കിട്ടില്ല. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയിക്കുക. ഒരു 10 കാര്യങ്ങളിൽ പരാജയപ്പെടുന്നതിനെക്കാട്ടിലും ഒരൊറ്റ കാര്യത്തിൽ വിജയിക്കുന്നതിലാണ് നമ്മളുടെ ബെസ്റ്റ് തിങ് ഇരിക്കുന്നത്. സോ ആവശ്യമില്ലാത്ത മീറ്റിങ്ങുകൾക്ക് നമ്മൾ നോ പറയണം, ആവശ്യമില്ലാത്ത കൊളാബറേഷനുകൾക്ക് നമ്മൾ നോ പറയണം, ആവശ്യമില്ലാത്ത പാർട്ട്ണർഷിപ്പുകൾക്ക് നമ്മൾ നോ പറയണം. നമ്മളെ വിഷനുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളുടെ ആവശ്യകത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളില്ലെങ്കിൽ അത് സംഭവിക്കില്ല, നടക്കില്ല എന്നുള്ള സിറ്റുവേഷനിലുള്ളതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? അത്തരം മീറ്റിങ്സുകളിൽ ഉൾപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ് നമ്മളെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് നമ്മളൊരു റൈറ്റ് ലീഡർ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോ പറയാനുള്ള കോൺഫിഡൻസും കറേജും നമുക്ക് നമ്മളുടെ ഫൗണ്ടർ ജേണിയിൽ, നമ്മുടെ കരിയറിൽ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നേടണം എന്നുള്ളത് മാത്രമല്ല, എന്ത് നേടരുത് എന്നുള്ളതും കൂടിയാണ്, എന്ത് സംഭവിക്കരുത് എന്നുള്ളതും കൂടിയാണല്ലോ. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സാക്രിഫൈസ് എന്നുള്ളതാണ്. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലോട്ട് നിങ്ങളുടെ വിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്, കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യമാണ് ഈ ഫോക്കസ്ഡ് ആയിട്ട് പോകാമെന്നുള്ള സമയത്ത് നമുക്ക് മിസ് ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മിസ് ചെയ്യിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇന്ന് എന്തിനൊക്കെയാണ് യെസ് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിന് യെസ് പറഞ്ഞു? ഈ യെസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ? നിങ്ങൾ ഇന്ന് എന്തിനൊക്കെ സമയം ചിലവാക്കി? ഇതിലെല്ലാം ഞാൻ സമയം ചിലവാക്കേണ്ടിയിരുന്നോ? എല്ലാ മീറ്റിങ്ങുകളിൽ നിന്ന് എത്ര മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തു? ഇതിലെല്ലാ മീറ്റിങ്ങിനും ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നോ എന്ന് നിങ്ങൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആവാനുള്ള സമയവും കിട്ടും. എവിടെയൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും എവിടെയൊക്കെ ഫോക്കസ് ചെയ്യരുത് എന്നും നിങ്ങൾക്ക് കൃത്യമായ ബോധം കിട്ടും എന്നുള്ളതാണ്. ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ അവസാനമായി ഒരാളോട് അല്ലെങ്കിൽ ഒരു കാര്യത്തോട് എപ്പോഴാണ് ഒരു നോ പറഞ്ഞതെന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഒരുപാട് നോകൾ പറയാനുള്ള, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം യെസ് പറയാനുള്ള ഒരു ധൈര്യവും കറേജും കോൺഫിഡൻസും ഒക്കെ നമ്മളെല്ലാ ഫൗണ്ടേഴ്സിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.